അങ്ങനെ നമ്മളെ പാക്കണെത്തിക്കണ്ടോ ഇതൊക്കെ നമ്മള് താടിക്കാരൻ ബാവാന്റെ ഓട്ടർസിൽ നമ്മള് ബക്കറാക്കാനെ കാണാൻ പോണ്. ബക്കറാക്ക് തിരക്കിട്ട പണിയിലാണ്, മരുന്നടിക്കുന്ന പണിയിലേനി. അപ്പൊ ചങ്ങന്മാരെ ഗൂഡല്ലൂര് നമ്മളെ 4ാമത്തെ ദിവസം ഇതൊക്കെ കുട്ടികളൊക്കെ പല്ല് തേക്കൽ തുടങ്ങിയാണ്. നമ്മൾ ഇന്ന് ഇവിടുന്ന് യാത്ര തിരിക്കുന്ന ദിവസം. അപ്പൊ ഇതൊക്കെ നമ്മളെ മൂത്തമ്മാന്റെ മോന്റെ മോള് പാക്കണയിലാണ് താമസം. ഓള് അവിടെയാണ് സ്കൂളിലൊക്കെ പഠിക്കുന്നത്. അപ്പൊ ഓളെ കാണാൻ പോവാനുണ്ട്. അപ്പൊ പാക്കണേ പോയെന്ന് നേരെ നാട്ടിലേക്ക് തിരിക്കാനുള്ളതാണ്. ഇതൊക്കെ നമ്മളെ മൂത്താപ്പ ഉണ്ടാക്കിയ കൃഷിത്തോട്ടാട്ടോ. അപ്പൊ ഇതൊക്കെ കുട്ടികളെ തോടൊക്കെ കാണാൻ അവിടെ വന്നിട്ടുണ്ട്. പണ്ട് ഞങ്ങൾ കുളിച്ചിരുന്ന തോടാട്ടോ. അന്ന് കിണറും മോട്ടറൊന്നും ഇല്ലേനി, ഇപ്പൊ ഒക്കെ ആയി. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരലില്ല. നമ്മള് രാവിലെ തന്നെ ലുങ്കി തുണിയിലൊന്നും ഇങ്ങോട്ട് ഇറങ്ങിയതാ. അതൊക്കെ കണ്ടില്ലേ, കണ്ടില്ലേ, ഇതിന്റെ കൃഷി തന്നെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ്. നല്ല പൊറാട്ട ഉണ്ട്, പൂരി ഉണ്ട്, നല്ല അടിപൊളി കറി ഉണ്ട് കേട്ടോ. അന്യതങ്ങനെ ഇന്നലത്തെ ബിരിയാണി കഴിക്കണേ, അതിന് വേറെ ടേസ്റ്റ് തന്നെ. അപ്പോഴാണ് നമ്മളെ കല്യാണാൽബം ശ്രദ്ധയപ്പെട്ടു കേട്ടോ. 2009 കഴിഞ്ഞാണ് മൂത്തമ്മാന്റെ മോന്റെ കല്യാണം. അപ്പൊ അതൊക്കെ ഇതാരാ നോക്കിയാണ്, വേറെ ആരുമില്ല, ഞാൻ തന്നെ. ഈ ചോപ്പ് ഷർട്ട് ഇട്ടത് 2009 കോലാട്ടത്. അപ്പോഴാണ് നമ്മൾ ഉസ്മാൻ കദീ കൂടെ പോണുണ്ട്. അപ്പൊ ഉസ്മാനൊക്കെ വെച്ച് നിങ്ങൾ ഇന്ന് പോണില്ലേ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ന് പോകുന്നു. അത് കേട്ടിട്ട് ഉസ്മാക്ക് എന്നാ ആയിക്കോട്ടെ ഒറ്റ പോക്കാണ്ട് പോയി. അപ്പൊ അതാ നമ്മളെ പാക്കണ പോലുള്ള തയ്യാറെടുപ്പിലാട്ടോ. പാക്കണക്ക് പോണ റൂട്ട് പറഞ്ഞാല് അതിമനോഹരമാണ്. 2 സൈഡിലും ചായത്തോട്ടം. ദേവർശോല വഴിയാണ് നമ്മൾ പോണത്. ഇതാ പാടികളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മളെ ദേവർശോല അങ്ങാടി. ആളുകളൊന്നും കാണുന്നില്ല. നമ്മളൊരു 10-11 മണിയൊക്കെ ഉണ്ട് അതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ. അപ്പൊ നല്ല വെയിലുണ്ട്, അതുകൊണ്ടേക്കാരം ആളുകളൊന്നും റോട്ടുമ്പോൾ കാണാത്തത്. കുട്ടികളൊക്കെ യാത്ര ആസ്വദിച്ചിട്ടാട്ടോ പോണത്. കാരണം എന്താ പറയാ, എനിക്ക് ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ എന്ത് രസമാണ് കാണാൻ. ഇതൊക്കെ കണ്ടപ്പോ എല്ലാരും പറഞ്ഞു വണ്ടി ഒന്ന് സൈഡാക്കുകയെന്ന്, നമുക്ക് ഫോട്ടോ എടുത്തിട്ട് പോവാന്ന്. അങ്ങനെ വണ്ടി സൈഡാക്കി എല്ലാവരും ഇതാ ചായത്തോട്ടത്തിൽ കൂടെ നടന്നു വരുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത്. വൈകിപ്പിച്ചില്ല, എല്ലാവരും ഫോട്ടോ എടുത്താണ്ടേ പെട്ടെന്ന് ജീപ്പിക്കാനാണ് കയറി. കാരണം പാക്കണക്ക് നേരത്തെ എത്ര ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ളതാണ്. അങ്ങനെ നമ്മള് അനസിന്റെ കുഞ്ഞുമോന്റെ പെണ്ണുങ്ങളെ വീട്ടിലെത്തിക്കണേ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ വന്ന വീട്. ഏത് പാക്കണുള്ള വീട്. ഇവിടൊക്കെ എന്നും ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടോ. ഇത് ഇവിടുത്തെ അമ്മ പറഞ്ഞാണ് ഇത് ആനന്റെ ചവിട്ടടികളാണ്. ഇന്നലെ ആന ഇങ്ങോട്ട് വന്നിനി. അപ്പൊ ഏതായാലും നമുക്ക് ചായയും കടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതും തിന്ന് അടുക്കളയില് നമ്മളെ താത്താന്റെ അമ്മ നല്ല പണിയിലാട്ടോ, എന്തോ കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പൊ ഇതാ മൂത്തമ്മാന്റെ മോന്റെ പെണ്ണുങ്ങളോട് അതാണ് വീട് പാക്കണുള്ളത്. ഇവിടെ നമ്മളെ ബക്കറാക്കും പിള്ളേരുണ്ടാവും. താഴെ അങ്ങാടിയിൽ പോയൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളങ്ങോട്ട് പോണത്. ഏതായാലും കാണാൻ വേണ്ടി നമ്മൾ പോവാണ്. അപ്പൊ നമ്മളങ്ങോട്ട് പോയൊക്കെയാണ് കേട്ടോ. ഇതാണ് പാക്കണ അങ്ങാടി. അല്ലോ അത് പോണ് താടിക്കാരൻ ബാവാന്റെ ഓടച്ച് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ വരുന്നേ നമ്മളെ ബാവ. ബാവ പറഞ്ഞേ നമ്മൾ ബക്കറാക്ക വീട്ടുണ്ടാവും, അങ്ങോട്ട് പോയോക്കാൻ. അങ്ങനെ നമ്മള് ബാവാന്റെ ഓട്ടർച്ചി കയറിയിട്ടാ പോണത്. ഓലിക്ക് ഇതൊക്കെ എത്തിയിട്ടോ. എല്ലാരും ഇതാ വരണേ. ഇതാണ് ബക്കറാക്കാന്റെ വീട്. ഇനി ഇതൊക്കെ ബക്കറാക്കാക്ക് എന്താ പണി നോക്കണ നോക്കിയാണ് മരുന്നടിക്കേനി. ഇപ്പൊ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് കുഞ്ഞോളെ കാണാനാണ് നമ്മൾ പാക്കണക്ക് വന്നത്. അപ്പൊ അതാ ബക്കറാക്ക കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടോ. ബക്കറാക്കാന്റെ തോട്ടത്തിലേ നല്ല മൂച്ചിയും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. ഇതാ പെങ്ങള് മാങ്ങ പറിച്ചാണ്. ഇത് ബക്കറാക്കാന്റെ വീടിന്റെ മുന്നിലുള്ള ചായത്തോട്ടാട്ടോ. എന്ത് രസാല കാണാൻ. ഞമ്മക്കുള്ള ജ്യൂസ് റെഡി ആയിക്കോ. ആണ് നോക്കിയാണ് ബക്കറാക്കാന്റെ ഒരു സ്നേഹം. മുത്താണത്. ബക്കറാക്കാന്റെ വീടിന്റെ മുന്നിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് അടിപൊളി. അതിന്റെ ഇടയിലാണ് നമ്മളിപ്പോ വീഡിയോ കോള് വന്ന് ബക്കറാക്കാനോടും സംസാരിച്ച് നമ്മളെ താടിക്കാരൻ ബാവാനോടും കുറച്ചേരം സംസാരിച്ചിട്ടോ. അപ്പൊ ചങ്ങന്മാരെ നമ്മളിപ്പോ ഉള്ളത് പാക്കണ കേട്ടോ. ബക്കറാക്കാന്റെ വീട്ടിലെ കുട്ടികൾക്ക് ഒരു ആഗ്രഹം ബക്കറാക്കാന്റെ ഇപ്പൊ ഫോട്ടോ എടുക്കണമെന്ന്. അപ്പൊ അതിനും വേണ്ടി ഇരുന്നാണ് ഇരുത്തട്ടോ. ബക്കറാക്ക പണിയിലേ ഇനി ഇപ്പൊ ഇപ്പൊ പോകാൻ മാറ്റിയതാണ്. ഇപ്പൊ നമ്മളെ ബാവാക്കണ് താടിക്കാരൻ ഭാവിയുണ്ട്. മറ്റോലൊന്നും ഇവിടെ ഇല്ല. മറ്റോലൊക്കെ തിരക്കിട്ട പണിയിലാന്ന് പറഞ്ഞു. മറ്റോലൊക്കെ പെണ്ണുങ്ങളോട് പോയിക്കാണ്. മറ്റോളൊക്കെ പെരുന്നാൾക്ക് പെണ്ണുങ്ങളോട് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവര് രണ്ടാൾ ഇവിടെ ഉണ്ട്. ഓരെ കാണാൻ പറ്റി. എന്താ ബക്കറൊക്കെ പറയാനുള്ളത്? സുഖല്ലേ? നിങ്ങൾ വന്നതിലും വന്ന് കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളെ ഫോളോവേഴ്സ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു ഹായ് എടുത്താണ്. അപ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഹായ്. എന്താ ബാബ ഓട്ടൊക്കെ ഉണ്ടോ? ഓട്ടം കുഴപ്പമില്ല, അല്ല അങ്ങനെ പോകുന്നുണ്ട്. ഇതൊരു സൈഡാണല്ലേ? അവർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ. അങ്ങനെ നമ്മളെ ബക്രാക്കാന്റെ ഇപ്പൊ ഫോട്ടോ ഒക്കെ എടുത്താണ്ട് ഇതാ അവിടുന്ന് തിരിക്കാണ്. ബക്രാക്കാക്ക് കുട്ടികൾ ടാറ്റ കൊടുത്ത് ഞങ്ങൾ ഇതാ പോവാണ്. അപ്പൊ തന്നെ ഇവിടെ ഭക്ഷണമൊക്കെ സെറ്റ് ആയി കേട്ടോ. ഇതാ നമ്മള് പണ്ടൊക്കെ ഇരിക്കല്ലേ വട്ടത്തില്, അതേപോലെ ഇരുന്നാണ്ട് ഭക്ഷണം കഴിച്ച് അങ്ങനെ അവിടുന്ന് നമ്മള് കുഞ്ഞോളോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോന്നു കേട്ടോ. ഞങ്ങൾ പോയിട്ട് രസം മൂത്തമ്മ നമ്മളോട് പോണ്ട 2 ദിവസം നിന്നിട്ട് പോവാന്ന്. അത് പറ്റൂലാരും ഞങ്ങളിതാ പോരുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത്. നല്ല അടിപൊളി വൈബ് സ്ഥലം. എങ്ങോട്ട് നോക്കിയാണ്. അപ്പൊ നമ്മളെ ഗൂഡല്ലൂർ ടൗണിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡില് മൂത്തമാന്റെ മോൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതാ. ഓരെന്താ പോവാണ്. ഇനി നമുക്ക് പെരിന്തൽമണ്ണ ബസ് ഉണ്ടോ നോക്കണം. അവിടെ KSRTC ഉണ്ട്, അതിലൊക്കെ ഫുള്ള് ആളാട്ടോ. ബസ് സ്റ്റാൻഡിലേക്ക് നല്ലോണം ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയാൽ ബസ് വരുമ്പോ തന്നെ ആൾക്കാർ സീറ്റ് പിടിച്ചാൽ മണ്ടാണ്. എന്താ തിരക്കില്. അങ്ങനെ നമുക്ക് പൊന്നാനിക്കുള്ള ബസ് കിട്ടിയാണ്. നല്ല തിരക്കുണ്ട്. നമ്മളേതായാലും കയറാണ്. കുട്ടികൾ പോയി സീറ്റ് പിടിച്ചാണ്. അപ്പൊ നമ്മള് സ്റ്റാൻഡിൽ നിന്ന് പോവാ. ബസ്സിൽ യാത്ര ചെയ്യാറിനാല് അതൊരു വേറെ വൈബ് തന്നെ കേട്ടോ. നമ്മള് റിസ്മോനൊക്കെ നല്ല ആസ്വദിച്ചാണ് പോകുന്നത്. അപ്പൊ നമ്മളെ മഞ്ചേരിക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. മഞ്ചേരി എത്താനായിട്ടുണ്ട്. ഹൈസ്മോൻ അതാ നോക്ക്. ഒരു 8:15 8 ആയപ്പോഴേ മഞ്ചേരി ബസ്
സ്റ്റാൻഡിൽ എത്തിന്. അവിടെ ഇറങ്ങാതെ കച്ചേരിപ്പടി ജംഗ്ഷനിൽ പോയി. അവിടെ ബസ് സ്റ്റാൻഡിൽ ബസ് ഉണ്ടാവും പറഞ്ഞു. അവിടെ എത്തിയപ്പോഴേ ലാസ്റ്റ് ബസ് പോയിക്കണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് 2 കിലോമീറ്റർ നടക്കാൻ തീരുമാനിച്ച് അങ്ങനെ നടക്കാണ് നമ്മൾ കേട്ടോ. എല്ലാരും കൂടി ഒരു രസമാണല്ലോ ഏത് നടത്താം. ഒരു 5 മിനിറ്റ് അവിടെ ജംഗ്ഷനിൽ നിന്നപ്പോ തന്നെ നമ്മളെ ലാസ്റ്റ് ബസ് അതാ വരണം കേട്ടോ. കോഴിക്കോട്ടേക്കുള്ള ലാസ്റ്റ് ബസ്സാണ്. അങ്ങനെ അതിൽ കയറി നമ്മൾ പെട്ടെന്ന് തന്നെ കൊണ്ടോട്ടി എത്തിയിട്ടുണ്ട്. കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് പിന്നെ രാത്രി ആകുമ്പോൾ കാലമല്ലോ, നമ്മളെ നാട്ടിൽ ബസ്സൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഓട്ടോ പിടിച്ച് നമ്മളെ നാട്ടിലേക്ക് എത്തി. നമ്മളതാ വീടാണ് നിങ്ങൾ കാണാം. അപ്പൊ നമ്മളെ ഗൂഡല്ലൂർ യാത്ര ഇവിടെ സമാപിക്കാട്ടോ. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തതിൽ 1, 2, 3 പാർട്ട് കാണാം. ഇത് ലാസ്റ്റ് പാർട്ടാണ്. അപ്പൊ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.